പോലീസ് എയ്ഡ് പോസ്റ്റ് മാത്രമല്ല, ആ വന്ദനാദാസിന്റെ സംഭവം ഉണ്ടായ സമയത്ത് ഒരുപാട് ഉറപ്പുകൾ, എങ്ങനെ നമ്മുടെ ഡെയിലി പ്രാക്ടീസ് എങ്ങനെ നമുക്ക് ഏറ്റവും സുരക്ഷിതമാക്കാം എന്ന് പറയുന്ന രീതിയിൽ നിരവധി ഉറപ്പുകളായിരുന്നു സർക്കാർ തന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രിയിൽ സർക്കാർ ഹൈക്കോടതിയിൽ വരെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ആശുപത്രികളിൽ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്, CISFന് സമാനമായിട്ട് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് മേജർ ആശുപത്രിയിൽ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കുമെന്നുള്ളതും എല്ലാ മേജർ ആശുപത്രികളിലും പോലീസ് എയ്ഡ് പോസ്റ്റ് അല്ല പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുമെന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് പുറമെ നമുക്കറിയാം, ആശുപത്രികളിൽ ഏറ്റവും തിരക്കുള്ള സ്ഥലം എന്ന് പറയുന്നത് കാഷ്വാലിറ്റിയാണ്. ഒരു കാഷ്വാലിറ്റിയിൽ ഒരു ഷിഫ്റ്റിൽ ചുരുങ്ങിയത് 2 ഡോക്ടർമാരുണ്ടാവുമെന്നും അവിടെ ആശുപത്രികളിൽ ട്രയാജ് സംവിധാനം, അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ട്രയാജ് സംവിധാനം ഉറപ്പുവരുത്തുമെന്നും പറഞ്ഞിട്ടുള്ളത് മുഴുവൻ ഇന്ന് വെറും ജലരേഖയായി മാറിയതിന്റെ ഫലമാണ് ഇത്തരത്തിലൊരു ഡോക്ടർ ഇന്ന് ജീവന് വേണ്ടി മല്ലടിക്കുന്ന രീതിയിൽ ഇവിടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് പറ്റിയ വെട്ടത് എല്ലിന് തലയോട്ടിയുടെ എല്ലിന് പൊട്ടലേറ്റിരിക്കുകയാണ്. ആ വെട്ടൽ അല്പം താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വഴി നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു മോർച്ചറിയുടെ മുമ്പിലാവുമായിരുന്നു നിൽക്കേണ്ടി വരുന്നത്. അതത്രത്തോളം ഭീതിതമാണ് ഇന്ന് ആരോഗ്യവകുപ്പിലെ ഓരോ ഡോക്ടറും, പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർമാരും. എന്തുകൊണ്ട് 2 വർഷം മുമ്പ് സംഘടനയ്ക്ക് സർക്കാർ നൽകിയ ഉറപ്പ് ഇന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വലിയൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഇതിൽ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും സംസ്ഥാനത്തെ മുഴുവൻ ഡോക്ടർമാർക്കുമുള്ള ആശങ്ക ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സൂചകമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നാളെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും പൂർണ്ണമായിട്ടുള്ള OP ബോയ്ക്കോട്ടിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാന തലത്തിലുള്ള പ്രതിഷേധത്തിനെ പറ്റിയിട്ട് സംസ്ഥാന നേതൃത്വമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആവശ്യം, ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ഉറപ്പ് സർക്കാർ പാലിക്കണം എന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് ജീവന് സുരക്ഷ ഉറപ്പുവരുത്തുക ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത്. നിശ്ചയമായിട്ടും നാളെ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളും OP ബോയ്ക്കോട്ട് നടത്തുകയാണ്. എമർജൻസി സർവീസ് ഒഴികെ ഒരു സർവീസ് നാളെ OP നടത്തുന്നതല്ല. അത് സംസ്ഥാന നേതൃത്വം ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നിശ്ചയമായിട്ടും ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ആരോഗ്യമന്ത്രി അതോടൊപ്പം തന്നെ സംഘടനയ്ക്കും ഡോക്ടർ സമൂഹത്തിനും തന്നു നൽകിയിട്ടുള്ള ഉറപ്പ് പാലിക്കും എന്നുള്ള ഉറപ്പ് വരുത്താനുള്ള നടപടി കൂടി ഉണ്ടാവണം എന്നുള്ളത് കൂടി ഞങ്ങൾക്ക് ഇതിന്റെ കൂടെ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. നാളത്തെ സ്ട്രൈക്ക് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങൾ OP ബോയ്ക്കോട്ട് ചെയ്യാണ്. സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധം എങ്ങനെയെന്നുള്ളത് സംസ്ഥാന കമ്മിറ്റി എമർജൻസി ആയിട്ട് കൂടി തീരുമാനിക്കുന്നതായിരിക്കും.